നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കല്യാണം കഴിഞ്ഞ നാൾ മുതൽ ഷൈനി ഭർത്തൃവീട്ടില് പീഡനം സഹിച്ചിരുന്നുവെന്നതിന് കൂടുതൽ തെളിവുകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഷൈനിയുടെയും മക്കളുടെയും ആ സംസ്കാര ചടങ്ങുകൾ തന്നെ കണ്ടാലറിയാം ആ നാട്ടുകാർ നോബിയുടെ കുടുംബത്തെ എങ്ങനെയൊക്കെയാണ് നോക്കിക്കാണുന്നുവെന്ന്. അവന്റെ തന്നെ ബന്ധുക്കൾ അവനെ അടിക്കാൻ കുറുവടിയുമായിട്ട് ആണ് അവിടെ നിന്നിരുന്നതെന്ന് അറിയുമ്പോഴാണ് ആ വെറുപ്പിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഷൈനിയെ ഭർത്താവ് വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു. സ്വന്തം വീട്ടിൽ നിന്നും ഷൈനി പ്രശ്നങ്ങൾ നേരിട്ടതായൊക്കെ സൂചനകളുണ്ട്. ആ മാലാഖ കുഞ്ഞുങ്ങൾക്കും തനിക്കും അഭയമാകുമെന്ന് കരുതിയവർ പോലും ആശ്വാസമായില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളോടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലേ അൻസി? അക്ഷരാർത്ഥത്തില് നമ്മളെല്ലാം രണ്ട് കുരുന്നുകളെയും കൊണ്ട് ഒരു അമ്മ, നമ്മൾ കഴിഞ്ഞ ദിവസം ആ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്, ആ CCTV ദൃശ്യങ്ങളൊക്കെ. അപ്പൊ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് രാത്രി ഒരു അമ്മ ട്രെയിനിന് മുന്നിലേക്ക് പോയി. അവർക്ക് എല്ലാ വഴിയും അടഞ്ഞിട്ട് അവര് പുലർച്ചെ ഓക്കെ. അപ്പൊ ആ ഒരു സമയത്ത് രണ്ട് പെൺമക്കളെയും കൊണ്ട് ഒരു അമ്മ വേറെ വഴികളൊക്കെ അടഞ്ഞു. സ്വന്തം ഭർത്താവ്, അതായത് കുടുംബജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണല്ലോ ഭർത്താവ്. അപ്പൊ ആ വ്യക്തി മോശമാകുമ്പോ തീർച്ചയായിട്ടും ഒരു സ്ത്രീ മാക്സിമം പിടിച്ചു നിൽക്കാൻ നോക്കും. പക്ഷെ ഒട്ടും കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ തിരഞ്ഞെടുക്കുക മരണവഴി തന്നെയായിരിക്കും. ഷൈനിയെ സംബന്ധിച്ചിടത്തോളം ഷൈനി ഒരിക്കലും ആരോടും പരാതി പറഞ്ഞിരുന്നില്ല. ഈ നോബി വളരെ മൃഗീയമായിട്ടൊക്കെയാണ് ബന്ധുക്കൾ ഇരിക്കുമ്പോൾ പോലും ഷൈനിയെ മർദ്ദിച്ചിരുന്നത്. ഈ നോബിയുടെ ഒരു ബന്ധു ആ വീട്ടിലേക്ക് വന്നപ്പോ ഈ ഷൈനി ഷൈനി മരിച്ച വാർത്ത അറിഞ്ഞപ്പോ പോലും അതായത് ആ കുടുംബത്തിലെ ഒരു കുട്ടി പ്രതികരിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചായ കൊണ്ടുവന്ന ചേച്ചിയാണോ, ഞാൻ കരുതിയത് ആ വീട്ടിലെ വേലക്കാരിയായിരിക്കുമെന്നാണ്. അപ്പൊ തന്നെ മനസ്സിലാക്കാം നമുക്ക് ആ ഷൈനിയെ എത്രത്തോളം എങ്ങനത്തെ രീതിയിലാണ് ആ വീട്ടിലുള്ളവർ ട്രീറ്റ് ചെയ്തിരുന്നത് എന്നുള്ളത്. അതുപോരായിട്ട് മദ്യപിച്ച് വന്നിട്ട് ബന്ധുവിന്റെ മുന്നിലിട്ട് തന്നെ ഷൈനി അത് ക്രൂരമായിട്ടൊക്കെ മർദ്ദിക്കുന്നുണ്ട്. അപ്പോൾ ഷൈനി ആ ഭർത്താവിനെ അപ്പോഴും അവിടെ സേഫ് ആക്കിയിട്ട് തിരിച്ചു പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ കുടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ബോധമില്ലാതെ ഓരോന്നും ചെയ്യും, എന്നിട്ട് മുറിയിൽ പോയി പൊട്ടിക്കരയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ ബന്ധു തന്നെ ഈ പിതാവിനെ, ഷൈനയുടെ പിതാവിനെ വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് മകളെ വേണം എന്നുണ്ടെങ്കിൽ വിളിച്ചിട്ട് പോകണമെന്ന്. അപ്പൊ അത്രത്തോളം മൃഗീയമായിരുന്നു. ഈ നോബിയുടെ കുടുംബക്കാര് പോലും ഈ നോബിയുടെ ചെയ്തികളിലൊക്കെ വളരെയധികം വേദനിച്ചിരുന്നു വേണം കരുതാൻ വേണ്ടിയിട്ടുള്ളത്. അതെ. അപ്പോ ഒരു വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ ആ സ്ത്രീ എന്തുമാത്രം, അല്ലെങ്കിൽ ആ ഒരു പെൺ മനസ്സ് എന്തുമാത്രം നീറി ഒടുങ്ങിയിരുന്നു എന്നാണ് നമുക്ക് ഈ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ ഒരു ഷൈനി, അത് നമ്മളെ നാട്ടിലുള്ള ഒരു സ്ഥിരം പല്ലവിയാണ്. ഒരാൾ മരിക്കുമ്പോൾ മാത്രമാണ് പല കാര്യങ്ങളും നമ്മൾ അറിയുന്നത്. അപ്പോൾ ഇതുപോലെ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ഇതുപോലെ വീടുകളിനുള്ളിൽ ഞെരുങ്ങുന്ന എത്രയോ സ്ത്രീകൾ ഉണ്ടാകും. എത്രയോ സ്ത്രീകൾ ഇത്തരത്തിലുള്ള മാനസിക പീഡനത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടാകും. അപ്പൊ ഈ സമൂഹത്തിൽ ഇങ്ങനത്തെ കുറെ പേരുണ്ട് എന്നതിന്റെ ഏറ്റവും ഉദാഹരണമായിട്ട് ഷൈനിയുടെ ജീവിതം മാറിയിരിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ ഇത്ര ഇത് കാണിച്ചെന്ന് അറിഞ്ഞൂടാ, അല്ലേ? അയാൾക്ക് ഒരു മാപ്പും അർഹിക്കുന്നില്ല. അക്ഷരാർത്ഥത്തിൽ അവരെ മരണത്തിലേക്ക്, ആ 2 കുട്ടികളെയും ആ സ്വന്തം ഭാര്യയെയും ആ മനുഷ്യൻ മരണത്തിലേക്ക് തള്ളി വിടുകയാണ്. മകനെ കൊണ്ട് പോലും ഷൈനിക്ക് ഇത്ര പരാതി കൊടുപ്പിച്ചിരുന്നു. അങ്ങനെ പല കാര്യങ്ങളും ഷൈനിയെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുക. ഈ അയൽവാസികളൊക്കെ പറയുന്നത് ജോലി ചെയ്തതിടെ പോലും ഷൈനിയെ പോയി കഴുത്തിന് കുത്തിപ്പിടിച്ചൊക്കെ അത്രത്തോളം മാരകമായിട്ടൊക്കെ മർദ്ദിക്കുമായിരുന്നു. എന്നിട്ട് പോലും ഷൈനി ഒരു പരാതിയും പറയാതെ തന്നെ തന്റെ ജോലിയൊക്കെ പൂർത്തിയാക്കിയിട്ട് ആ വീടിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടുകയായിരുന്നു. അപ്പൊ അത്രത്തോളം ഒരു കുടുംബിനിയായി ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സ്ത്രീയെയാണ് ഈ പറയുന്ന നോബി എന്ന് പറയുന്ന ഒരു കാബാലികൻ ആ ഒരു മക്കളെയും ഭാര്യയെയും ഒരു ജീവൻ ഒടുക്കുക എന്നുള്ള ഒരു കൊടും ക്രൂരതയിലേക്ക് അവരെ തള്ളിവിടുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ അയാൾ, അല്ലെ? എത്രയും ക്രൂരത ആരെടുത്തും. നമ്മള് കുടുംബജീവിതത്തിൽ ഇതുപോലെ എത്രയോ സംഭവങ്ങൾ എനിക്ക് തന്നെ അറിയാം. പല സംഭവങ്ങളും, അതായത് ഭാര്യയെ മറ്റുള്ളവർ മുമ്പിട്ട് ഉപദ്രവിക്കുക, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പറഞ്ഞ് വീട്ടിനുള്ളിലിട്ട് ഉപദ്രവിക്കുക, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിന് ചുറ്റും ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പൊ ഭയങ്കര ശരിക്കും ആ പിള്ളേരെയൊക്കെ മുഖം കാണുമ്പോ എങ്ങനെ സാധിച്ചു ആ മനുഷ്യൻ ഇത്രയും മനുഷ്യനായി ഇത്രയും ക്രൂരരാകാൻ പാടില്ല എന്നതിനും കൂടി ഒരു ഉദാഹരണമാണ് ഈ സംഭവം. പിന്നെ ഈ ഷൈനിയുടെ അച്ഛനെതിരെ ചില ആരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ട്. അതായത് ഇവര് മുൻപ് ജോലി ചെയ്ത ഒരു സ്ഥാപനത്തിന്റെ ഉടമയാണ് ഈ ഷൈനിയുടെ അച്ഛനെതിരെ ഇപ്പൊ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് വീടിനടുത്തുള്ള കെയർ ഹോമില് 4 മാസം ജോലി ചെയ്ത ഷൈനി പിന്നെ ആ ജോലി നിർത്താൻ കാരണം അച്ഛൻ കുര്യാക്കോസ് ആണെന്നാണ് കെയർ ഹോം ഉടമ ഫ്രാൻസിസ് ജോർജ് പറയുന്നത്. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഷൈനിയുടെ അവസ്ഥ കണ്ടാണ് ജോലി കൊടുത്തതെന്ന് ഈ
പിതാവ് ഫ്രാൻസിസ് ജോർജ് പ്രതികരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ജോലിക്ക് വന്നപ്പോ ഭയങ്കര സങ്കടത്തിലായിരുന്നു ഷൈനി എന്ന്. പക്ഷെ ജോലി ചെയ്തു തുടങ്ങിയപ്പോ ഒരുപാട് മാറ്റം വന്നു എന്ന് അവര് ആ മനുഷ്യൻ അത് കണ്ട് മനസ്സിലാക്കിയതാണ്. അതായത് അവരെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തു വന്ന ആ ഓഡിയോയിലൊക്കെ വ്യക്തമാണ് അവരൊരു ജോലിക്ക് വേണ്ടി ഇങ്ങനെ അലയായിരുന്നു. 12ഓളം ആശുപത്രികളാണ് അവര് കയറി ഇറങ്ങിയത് ഒരു ജോലിക്ക് വേണ്ടിയിട്ട്. ഒരു നിലനിൽപ്പിന് വേണ്ടി അങ്ങേയറ്റം അവർ പരിശ്രമിച്ചു. ആ ഒരു വോയിസ് തന്നെ പറയുന്നുണ്ടല്ലേ, ഒരു വർഷമൊക്കെ ഒരു എക്സ്പീരിയൻസ് നേടിയിട്ട് മറ്റു ജോലി നോക്കാം, അങ്ങനെ എന്തൊക്കെ അത് പറയുന്നുണ്ട്. അപ്പൊ അവര് അതായത് ശമ്പളമില്ലാതെ 1 വർഷത്തോളം നിന്ന് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രം ജോലിയിലേക്ക് എടുക്കാം, ഉറപ്പില്ല ജോലിയിലേക്ക് എടുക്കാം എന്നുള്ളൊരു കണ്ടീഷൻ വെച്ചിട്ടൊക്കെ ഇതുണ്ടായിരുന്നു. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ആ വോയിസിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഷൈനി എന്ന വീട്ടമ്മ, അതായത് കുടുംബത്തിൽ പ്രശ്നമുണ്ട്, ഭർത്താവ് ഇത്തരത്തിൽ മോശമായി പെരുമാറുന്നു, 3 കുട്ടികളാണ്, 2 പെൺകുട്ടികൾ, അതിൽ 2 പെൺകുട്ടികളാണ്. അപ്പോൾ മാക്സിമം അവർ ഈ ഒരു സാഹചര്യത്തിന്റെ നടുവിൽ നിന്നും പടവെട്ടി അവർ ഒരുപാട് പരിശ്രമിച്ചു മുന്നോട്ട് പോകാൻ. അതായത് ഒരു ജോലി നേടുക, അല്ലെങ്കിൽ ജോലി കിട്ടി ഒന്ന് കുട്ടി സ്വന്തം കാലിൽ നിൽക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള വഴികൾ അവർ തേടുന്നുണ്ട്. അവർ മാക്സിമം പടവെട്ടി. പക്ഷെ ഏതോ ഒരു നിമിഷത്തിൽ അവർക്ക് ഒറ്റയ്ക്ക് തനിക്ക്, അല്ലെങ്കിൽ 2 കുട്ടികൾ തന്റെ കൂടെ ഉണ്ട്, ഭർത്താവ് ഇത്തരത്തിൽ മോശമായിട്ട് പെരുമാറുന്നു, അപ്പോൾ തനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നൊരു സാഹചര്യം വന്നപ്പോ അവർ ആ ഒരു തീരുമാനം അല്ലെ ഷൈനിയുടെ ഭർത്താവ് നോബി തലേ ദിവസം മദ്യപിച്ചുകൊണ്ട് പലതരത്തിലും പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഈ ഡിവോഴ്സ് കേസിൽ ഞാൻ ഒപ്പിടില്ല, അത് സ്വീകരിക്കില്ല, സ്ത്രീധനമായി കിട്ടിയ സ്വർണ്ണവും പണം തിരിച്ചു നൽകില്ല, നീ നിന്റെ മക്കളെയും കൊണ്ട് പോയി മരിക്കുക എന്നൊക്കെ ഒരുപാട് തരത്തില് ചികിത്സയ്ക്ക് വായ്പ എടുത്തിരുന്നു. ആ പൈസയിൽ നിന്ന് ഇയാൾ കൈയൊഴിയുന്ന സാഹചര്യം ഉണ്ടായി. അതെ, ചികിത്സ പക്ഷെ വായ്പ എടുത്തത് ഷൈനിക്ക് വേണ്ടിയിട്ടല്ല, നോബിയുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് എടുത്തത്. പക്ഷെ അത് അടയ്ക്കേണ്ട ഒരു സാഹചര്യം ഷൈനിക്കാണ് വന്നത്. അതായത് എല്ലാം കൊണ്ട് ആ ഒരു സ്ത്രീ, ഒരു ജോലിയില്ലാത്ത, ഇപ്പൊ ജോലിയുള്ള നമ്മൾ പോലും പലപ്പോഴും ഒരു മാസം മുന്നോട്ട് കൊണ്ടുപോകാൻ പെടുന്ന ഒരു കഷ്ടപ്പാടൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ജോലിയില്ലാത്ത ഒരു സ്ത്രീ, 2 പെൺകുട്ടികൾ അപ്പുറം ഇപ്പുറം നിൽക്കുന്നു, ഇത്രയും വായ്പ, ഇത്രയും കടം, ഭർത്താവ് ഇങ്ങനെ ഒരു കനം തിരിഞ്ഞ് മാറി നിൽക്കുന്നു. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ അവർ മാക്സിമം പടവെട്ടി അവരെങ്ങനെ അത് ആ ഒരു ഇതിനെ, എനിക്ക് തോന്നുന്നു അവരൊരു നല്ലൊരു ഒരു ഫൈറ്റർ കൂടി ആയിരുന്നു. അവർ മാക്സിമം ഫൈറ്റ് ചെയ്തു. പക്ഷെ ഒരു ഘട്ടത്തിൽ അവർക്കത് ഒട്ടും പറ്റാതെ വന്നപ്പോ ആ ഒരു തീരുമാനത്തിലേക്ക്, അതായത് ആത്മഹത്യ, സ്വന്തം കുടുംബവും ഇവർക്ക് നേരെ തിരിഞ്ഞു എന്നുള്ളത് സംശയമാണ്. അതിന്റെ ഉദാഹരണമാണ് ഇപ്പൊ വന്ന് ഈ ഒരു ഉടമസ്ഥൻ വന്ന് വെളിപ്പെടുത്തൽ നടത്തിയത്. അപ്പൊ ഈ ആളിന്റെ, അതായത് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഉടമേന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർക്ക് ജോലി കിട്ടിയത് വലിയൊരു ആശ്വാസമായിരുന്നു. ആ ജോലിക്ക് വന്നതിന് ശേഷം അവർ ഒരുപാട് ആ ഒരു വിഷമമൊക്കെ മാറി നല്ലൊരു സന്തോഷം വന്നതായിട്ട് അദ്ദേഹത്തിന് എന്നെ തോന്നിയായിരുന്നു. പക്ഷെ ഷൈനിയുടെ അച്ഛനാണെങ്കിൽ ഈ സ്ഥാപനം അടപ്പിക്കാൻ, സ്വന്തം അച്ഛനാണ്, സ്വന്തം പിതാവ്, എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് അറിയില്ല. പുറത്തു വന്നായിരുന്നു എന്തെങ്കിലും വിവരങ്ങള്? ഇല്ല, ഇനിയിപ്പോ അതിനെ സംബന്ധിച്ച് പല വിവരങ്ങളും വരാനുണ്ട്. ഇനി ഈ ഉടമ മറ്റാരുടെങ്കിലും പ്രേരണകൾ ഇങ്ങനെ പറഞ്ഞതാണോ നമുക്കറിയില്ല. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാതിരിക്കുന്നത്. എന്തായാലും അച്ഛൻ ഈ സ്ഥാപനം അടപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ആരോഗ്യ വകുപ്പിൽ സ്ഥാപനത്തിനെതിരെ പരാതി കൊടുത്തു. കെയർ ഹോമിലെ ബയോ ഗ്യാസ് പ്ലാന്റിനെതിരെ കുര്യാക്കോസ് നാട്ടുകാരെ കൂട്ടി പ്രതിഷേധിച്ചു. ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ ഈ ഫാദർ അല്ലേ അദ്ദേഹം നടത്തുന്നുണ്ട്. നമുക്ക് ഒരു ഫാദർ അല്ലേ, അങ്ങനെ കള്ളം പറയില്ല എന്ന് വിശ്വസിക്കാം. എന്തായാലും എന്തിനാണ് സ്വന്തം പിതാവിന് മകളോട് ഇത്രയധികം ദേഷ്യം വന്നെന്ന കാര്യത്തില് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അല്ലെ? അക്ഷരാർത്ഥ ശരിക്കും അങ്ങനെ അച്ഛൻ എന്തിനങ്ങനെ മകളെ ദ്രോഹിക്കാൻ ശ്രമിച്ചു എന്ന കാര്യത്തിൽ ചിലപ്പോൾ വീട്ടിൽ നിന്നും ഒറ്റപ്പെട്ടു തുടങ്ങിയതായിട്ട് തോന്നിയിട്ടുണ്ടാവാം. ഈ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ ഉടനെ തന്നെ ഇവരുടെ സഹോദരങ്ങൾ തിരിച്ചു പോയി, അവർക്ക് ലീവ് എടുക്കാൻ കഴിയില്ല, അവര് എത്ര നാൾ നിൽക്കാൻ കഴിയില്ല എന്നൊക്കെ തരത്തില് അച്ഛൻ വന്ന് മാധ്യമങ്ങൾക്ക് മുമ്പ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാ സംസ്കാര ചടങ്ങുകൾക്ക് സഹോദരങ്ങൾ വന്നിരുന്നു നാട്ടില്. വന്ന ഉടനെ തന്നെ അവര് തിരിച്ചുപോയി. അപ്പോ അച്ഛന്, അതായത് അവര് അവിടെ ജോലി ചെയ്യാണ്, അവർക്ക് അങ്ങനെ ആ ഒരു സാലറി കട്ട് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന സാഹചര്യമില്ല എന്നൊക്കെ അച്ഛൻ പ്രതികരിച്ചിരുന്നു. അപ്പോ ഇതിനെതിരെ ഒരുപാട് അമർഷം സോഷ്യൽ മീഡിയയിൽ എരിഞ്ഞിരുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ മകൾക്ക് കണക്ക് കൊടുക്കുകയാണോ, മകളെ നോക്കി അതിന് കണക്ക് കൊടുക്കുകയാണോ, സഹോദരങ്ങൾ എങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നൊക്കെ തരത്തില് പലതരത്തിലും സോഷ്യൽ മീഡിയയില്. ഇത് ഷൈനിയുടെ സ്വന്തം പിതാവല്ലേ? അതെ, ഷൈനിയുടെ സ്വന്തം പിതാവാണ് ഇത് പ്രതികരിച്ചത്. അപ്പോ അത് കാരണം പലതരത്തിലുള്ള അമർഷങ്ങളും സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൂടെയാണ് ഈ ഒരു തരത്തില് വന്നിട്ട് ഈ ഒരു ഉടമയും കൂടെ വെളിപ്പെടുത്തൽ നടത്തിയത്. ഷൈനിയുടെ പിതാവും ഇങ്ങനെ ഇത്തരത്തിലൊക്കെ പ്രതിഷേധിച്ചിരുന്നു. ഇത് കാരണമാണ് ഷൈനി ഇവിടെ നിന്ന് ജോലി രാജിവെച്ച് പോയത് എന്നൊക്കെ പറഞ്ഞു. അപ്പോ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ 2 കുടുംബങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട ഒരു നിലയിലേക്ക് മേ ബി ഷൈനി പോയിട്ടുണ്ടാവും.
കൂടെ 2 പെൺകുട്ടികളും. അപ്പൊ എന്തുമാത്രം ഇന്നത്തെ സമൂഹത്തില് ആ സ്ത്രീ അത് ആ ഒരു വീട്ടമ്മ എന്തുമാത്രം അനുഭവിച്ചിട്ടുണ്ടാകും. അപ്പൊ എന്തുകൊണ്ടാണ് ഇവരെല്ലാം ഇപ്പൊ ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന ഒരു ഉപദ്രവമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ സ്വന്തം പിതാവ് എന്തുകൊണ്ട് അങ്ങനെ കാണിച്ചു എന്ന കാര്യത്തില് ഒരു ക്ലാരിഫിക്കേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ ഈ മകള് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനെതിരെ അച്ഛൻ തുടർച്ചയായി പരാതി കൊടുക്കുന്നു. മാത്രമല്ല അത് ഡൽഹിയിൽ പോയിട്ട് ഞാൻ ഇത് പൂട്ടിക്കൂ എന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് സ്വന്തം മകൾക്കെതിരെ അച്ഛൻ പ്രവർത്തിച്ചു എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഒരാൾ വെളിപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ. അപ്പൊ അതിലൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ വരേണ്ടതായിട്ടുണ്ട്. ശരിക്കും സ്വന്തം പിതാവ് എന്തിന് ഇത്തരത്തിലൊരു മകളോട് കാണിക്കുന്നു എന്നത്. ഇവരുടെ ലവ് മാരേജ് ഒന്നും അല്ലല്ലോ. അല്ലല്ലോ. പിന്നെ ഇതിനിടെ തന്നെ ഷൈനിയുടെ ഭർത്താവിനെതിരെ ആരോപണമായിട്ട് അച്ഛൻ കുര്യാക്കോസും അമ്മ മോളിയും ഒക്കെ രംഗത്ത് വന്നു. അതായത് 2 കുടുംബം അപ്പുറം ഇപ്പുറം നിന്ന് പരസ്പരം പഴിചാരിക്കൊണ്ടിരിക്കുകയാണ്. അത് മകള് ഭർത്താവിന്റെ വീട്ടിൽ അനുഭവിച്ച ക്രൂര പീഡനം എന്നൊക്കെയാണ് പറയുന്നത്. തീർച്ചയായും അത് ക്രൂര പീഡനം തന്നെയായിരുന്നു. അത് നമുക്ക് പുറത്തു വന്ന തെളിവുകളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്. വീട്ടുകാർ പറയുന്നതാണ്. അതെ, വിവാഹമോചന നോട്ടീസ് പോലും കൈപ്പറ്റാൻ തയ്യാറായിട്ടില്ല നോബി. പിന്നെ കുറെ നാളായിട്ട് ജോലി കിട്ടാത്തതിന്റെ ഒക്കെ സങ്കടം മകൾക്കുണ്ടായിരുന്നതായിട്ടാണ് അമ്മ പറയുന്നത്. അപ്പൊ മരിച്ചതിന്റെ തലേന്നും ഈ നോബി ഫോൺ വിളിച്ചിട്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇരിക്കാതെ പോയി മരിക്കടി എന്നിങ്ങനെ ഫോഴ്സ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ സ്വാഭാവികമായിട്ടും ഇത്രയും വേദനയും സങ്കടവും ഒക്കെ ഉള്ളിൽ ഒതുക്കി ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ത്രീക്ക് ഇത്തരത്തിലുള്ള ഒരു എന്താ പറയാ ഇത്തരത്തിലുള്ള ഒരു ഫോൺ കോൾ വരികയോ അല്ലെങ്കിൽ അവൾ അത്രത്തെ രീതിക്ക് പ്രകോപിപ്പിക്കുന്ന രീതിക്ക് സംസാരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് നിയന്ത്രണം വിടും. മറ്റുള്ളവരാൽ കൊണ്ട് സഹായിക്കാൻ കഴിയാത്തൊരു അവസ്ഥയിൽ നിസ്സഹായതയായിട്ടിരിക്കുമ്പോൾ തീർച്ചയായും അവൾ ആ വഴി തന്നെ തിരഞ്ഞെടുക്കും. അതിനുവേണ്ടി മനഃപൂർവ്വം നോബി അങ്ങനെ കരുതിക്കൂട്ടി തന്നെ ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടി. ആ ഫോൺ ഹിസ്റ്ററി പോലും ഡിലീറ്റ് ചെയ്ത അവസ്ഥയിലാണ്. അതെ, ഞാൻ പറയാൻ വന്നത് അയാളൊരു പെരുങ്കള്ളനാണ്. കാരണം ഫോൺ എനിക്ക് തോന്നുന്നു തലേ ദിവസം ഡിലീറ്റ് ആക്കി എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു തോന്നുന്നു. എല്ലാ മെസ്സേജും ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ഫോണിലെ എല്ലാ മെസ്സേജും ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ ഇനി റിക്കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല വളരെ ക്രൂരനായ സ്വന്തം ഭാര്യയോട് പോയി മരിക്കടി എന്നൊക്കെ പറയുന്ന അയാള് ക്രൂരൻ തന്നെയാണ്. അതെ, 9 മാസം മുമ്പാണ് ഷൈനിയെ നോബിയുടെ വീട് നിന്ന് ഇറക്കി വിട്ടത്. അതായത് വീട്ടു ജോലിക്കാരിയുടെ ഒരു സ്ഥാനമായിരുന്നു നോബി ആ വീട്ടില് ഷൈനിക്ക് സമ്മാനിച്ചത്. ആ വീട്ടിൽ ബാക്കി എല്ലാവരും ഒന്നായിരുന്നു. മറ്റാരെങ്കിലും ഉപദ്രവിച്ചോ എന്നൊന്നും അറിയത്തില്ല. ഈ 12 ആശുപത്രികളിലെ ജോലിക്ക് അന്വേഷിച്ചിട്ടും എവിടെയും ജോലി കിട്ടിയിട്ടില്ല. ഈ ആശുപത്രികളൊന്നും കുറ്റം പറയുന്നില്ലെന്നാണ് ഈ വീട്ടുകാർ പറയുന്നത്. ഈ ജോലി കിട്ടാത്തത്, കുട്ടികളുടെ കാര്യങ്ങള്, വിവാഹമോചനം എല്ലാം ഷൈനി അലട്ടിയിരുന്നു എന്നാണ് കുടുംബം ഇപ്പോൾ പറയുന്നത്. മാത്രമല്ല ഈ നോബി ഒരു കൊടും ക്രൂരനായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരുപാട് ക്രൂരതകൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇയാളെ പോലുള്ള ക്രൂരന്മാര് നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നതിന്റെ ഏറ്റവും ഒരു ഉദാഹരണമാണ് ഈ നോബി. ഇയാൾ 9 മാസം മുമ്പ് രാവിലെ മുതൽ വൈകിട്ട് വരെ സ്വന്തം മകളെ ബന്ധുക്കളുടെ മുന്നിലിട്ട് ചവിട്ടിക്കൂട്ടി എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ആ ബന്ധുക്കള് ഇവിടെ വന്ന അക്കാര്യം പറഞ്ഞു അല്ലെ. അപ്പൊ അന്ന് രാത്രി 12 മണിക്കാണ് ഞാൻ മകളെയും കുട്ടിയെയും വിളിച്ചുകൊണ്ട് വന്നത് എന്നതടക്കം കുര്യാക്കോസ് പറയുന്നത്. അവിടെ നിന്ന് നേരെ പോയത് തൊടുപുഴ വനിതാ സെല്ലിലേക്കായിരുന്നു. പരാതി കൊടുത്തു, വീട്ടിലേക്ക് വന്നു. 3 സിസേറിയൻ 3 കുട്ടികളുണ്ട്, 3ഉം സിസേറിയൻ ആയിരുന്നു. അപ്പോ ഒരുപാട് ഫിസിക്കലി മെന്റലി ഒക്കെ തളർന്ന അത്രത്തോളം ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു ഷൈനി. പിന്നെ ഇങ്ങനെ ഈ സിസേറിയനൊക്കെ കഴിഞ്ഞ ആ ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ ചവിട്ടിക്കൂട്ടിയത് ഈ നോബി. അത്രയും കൊടും ക്രൂരത സ്വന്തം ഭാര്യയോട് കാണിക്കുന്നു. അദ്ദേഹം മുഴുവൻ കരുവാളിച്ച നിലയിലായിരുന്നു. സ്വന്തം ഭാര്യയോട് കാണിച്ചു കൂട്ടിയതാണ്. അപ്പൊ ഈ ഡോക്ടറിനെ കാണിച്ചപ്പോൾ, സർക്കാർ ആശുപത്രിയിൽ ഡോക്ടറെ കാണിച്ചപ്പോൾ പോലും ഡോക്ടർ എത്രയും വേഗം തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കാനാണ് പറഞ്ഞത്. അങ്ങനെയായിരുന്നു പിന്നെ പിതാവുമായിട്ട് സ്റ്റേഷനിലേക്ക് എത്തി പരാതി കൊടുക്കാനൊക്കെ തയ്യാറായത് പോലും. പക്ഷെ ആ പരാതി ആരുടെയോ ഒരു സമ്മർദ്ദത്തിൽ 15 ദിവസത്തോളം മനഃപൂർവ്വം വൈകിപ്പിച്ചു എന്നൊരു ആരോപണം കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. പിന്നെ ഈ വിവാഹമോചന കേസിലൊന്നും ഇയാള് ഹാജരാകാനൊന്നും തയ്യാറായില്ല. അപ്പോ ഇയാൾക്ക് എന്താ ഒരു സമാനതകളില്ലാത്ത ഒരു മാനസികവും ശാരീരികമായിട്ടും തളരുന്നു. അതായത് 3 സിസേറിയൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അത് എന്ത് വെല്ലുവിളിയാണെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതിനപ്പുറം അവർക്ക് മാനസികമായിട്ടും ഭർത്താവിന്റെ വീട്ടിൽ ഒരു വേലക്കാരിയുടെ സ്ഥാനം എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ആ സ്ത്രീയെ സംബന്ധിച്ച് അവരെ എത്രത്തോളം മാനസികമായിട്ട് തകർക്കുന്നതാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ തളർന്ന് 2 കുട്ടികളെയും കൊണ്ട് ഈ സമൂഹത്തിൽ ജീവിക്കാൻ അവർ ഒരുപാട് കഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ അവർ ഒരുപാട് ഫൈറ്റ് ചെയ്ത് ഒട്ടും പറ്റുന്നില്ല എന്നൊരു സാഹചര്യം വന്നപ്പോ പിന്നെ സംഭവിച്ചു നമുക്ക് അറിയാവുന്നതാണ്. അവര് മരണം എന്ന വഴി തിരഞ്ഞെടുത്തു. പക്ഷെ
അതിക്രൂരമായിട്ടുള്ളൊരു സംഭവമായി പോയി. അതെ, ഈ വിവാഹമോചന കേസുമായി സഹകരിക്കില്ലെന്നും കുട്ടികൾക്ക് ചെലവിന് കൊടുക്കില്ലെന്നും ഒക്കെയാണ് നോബി പറഞ്ഞത്. കാരണം സ്വന്തം മക്കൾക്ക് ചെലവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പിതാവിന് സാധിച്ചില്ലെങ്കിൽ പിന്നെ അതിന് പിതാവ് എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. കാരണം മകൻ പോലും ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചിട്ടിരുന്നത്. അപ്പോ ഈ നോബി വിദേശത്തായിരുന്നു, ഇപ്പോഴാണ് നാട്ടിലെ ലീവിന് വന്നപ്പോ തന്നെ ഇവരുടെ ഡിവോഴ്സ് കേസിൽ അത് കൈപ്പറ്റാനോ അല്ലെങ്കിൽ ആ കേസുമായിട്ട് മുന്നോട്ട് പോകാനോ ഒന്നും ഈ നോബി മനഃപൂർവ്വം അതെല്ലാം വൈകിപ്പിക്കുകയാണ്. കാരണം ഈ ഷൈനിക്ക് വ്യക്തമായ ചില പ്ലാനുകൾ ഉണ്ടായിരുന്നു. തനിക്ക് പ്രാക്ടീസ് ചെയ്തതിനു ശേഷം വിദേശത്തേക്ക് പോകണം എന്നൊക്കെ പലതരത്തിലുള്ള പ്ലാനുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അത്തരമൊരു തീരുമാനത്തിൽ നിൽക്കുമ്പോൾ പോലും ഷൈനിയെ തകർത്തെറിയും വിധത്തിലുള്ള ഒരു പെരുമാറ്റമായിരുന്നു ഈ നോബിയുടെ ഭാഗത്തു നിന്നുണ്ടായെന്ന് നമുക്ക് മനസ്സിലാവും. ആ ഒരൊറ്റ കാര്യം കാരണമാണ് തന്റെ തന്റെ 2 മക്കളെയും കൂട്ടി ഇവർ 3 പേരും ആ കുതിച്ചു വരുന്ന ട്രെയിനിന് മുന്നിൽ പതറാതെ തന്നെ പിടിച്ചു നിന്നത്. ആ ലോക്കോ പൈലറ്റ് പോലും പറയുന്നുണ്ട്, നിർത്താതെ ഹോൺ അടിച്ചിട്ട് പോലും 1 ഇഞ്ച് പോലും ആ മക്കൾ പതറിയിട്ടില്ല. 3 കെട്ടിപ്പിടിച്ച് ആ ട്രാക്കിൽ ഇരിക്കുകയായിരുന്നു. അതെ, അപ്പൊ അത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവര് എന്താ പറയാ, ഒരു മരണത്തെ സ്വീകരിക്കാനായിട്ട് ഇനി ജീവിച്ചിരിക്കുന്നതിലും നല്ലത് മരണമാണെന്നുള്ള രീതിക്ക് ആ അമ്മയും മക്കളും അതിലേക്ക് പോവുകയായിരുന്നു. ഈ പിന്നെ പുറത്തു വന്ന CCTV ദൃശ്യങ്ങളിലൊക്കെ ആദ്യം ഷൈനി മക്കളെ വലിച്ചുകൊണ്ട് പോകുന്നതൊക്കെ കാണാം. പിന്നെ ഇളയ മകള് ഈ പുറത്തിറങ്ങുമ്പോ അമ്മയെ വലിക്കുന്ന ഒരു ദൃശ്യമൊക്കെ ശരിക്കും നമ്മുടെ മനസ്സൊക്കെ ഇങ്ങനെ പതറിപ്പോകുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ മാപ്പ് അർഹിക്കുന്നില്ല. ഇവരെ ആത്മഹത്യ ചെയ്തതാണെങ്കിൽ പോലും ഈ ആത്മഹത്യയിലേക്ക് ഇവരെ തള്ളിവിട്ട ചുറ്റുമുള്ള ഒറ്റ എണ്ണവും മാപ്പ് അർഹിക്കുന്നില്ല. അവർക്ക് തക്കതായ ശിക്ഷ, പ്രത്യേകിച്ച് സ്വന്തം ഭർത്താവ്, അത് മാപ്പ് അർഹിക്കുന്നില്ല എന്ന് തന്നെ പറയാം. അതെ, ഈ 2 മാലാഖ കുട്ടികളും ബോർഡിംഗ് സ്കൂളിൽ ഇരിക്കുന്ന സഹോദരനെ മരിക്കുന്നതിന്റെ തലേ ദിവസം വിളിച്ചിട്ട് ചേട്ടനോട് യാത്രയൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ പോകുക, ഇനി ഞങ്ങള് ചേട്ടായിയെ കാണില്ല കേട്ടോ എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോ ആ അമ്മയോടൊപ്പം പോകാൻ ആ പിഞ്ചുമക്കളും അത്രത്തോളം ഒരുങ്ങിയിരുന്നു. എന്താ പറയാ, അവരപ്പൊ എത്രത്തോളം സഹിച്ചു കാണും എന്ന് നമുക്ക് ചിന്തിക്കാനും അപ്പുറമാണ്. അപ്പൊ ഇവര് മരിക്കാൻ പോവാണെന്ന് കുട്ടികളോടും പറഞ്ഞിട്ടുണ്ടായിരിക്കണം. തീർച്ചയായും അവർ 3 പേരും കൂടെ ആയിരിക്കുമല്ലോ ആ തീരുമാനം എടുത്തത്. അത് കാരണമാണ് ഈ അമ്മയോടൊപ്പം പതറാതെ ആ മക്കളും ആ ട്രാക്കിൽ തന്നെ ഇരുന്നത്. അവർ 3 കെട്ടിപ്പിടിച്ചാണ് ഇരുന്നത്. ആ സഹിച്ചത് മുഴുവൻ അവരാണല്ലോ. അമ്മേനെയും മക്കളെയുമാണ് അവർ അടിച്ചിറക്കി വിട്ടത്. അപ്പോ അത്രത്തോളം ആ ഒരു 9 മാസത്തോളം ആ പിഞ്ചു കുരുന്നുകളും അമ്മയും അത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട്. അത് 2 വീട്ടിൽ നിന്നുമായിരിക്കാം. ഒരു വീട്ടിൽ നിന്നെങ്കിലും ഒരാളിൽ നിന്നെങ്കിലും അത്രത്തോളം സപ്പോർട്ട് അവർക്ക് കിട്ടിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു തീരുമാനത്തിൽ നിന്ന്, അതായത് ഈ ഒരു ആത്മഹത്യ എന്ന് പറയുന്ന ഒരു തീരുമാനത്തിൽ നിന്ന് തീർച്ചയായിട്ടും ഷൈനി എന്ന് പറഞ്ഞ വ്യക്തിത്വം മാറുമായിരുന്നു. ഇത്രയും വർഷം ഒരാളൊന്ന് കൂടെ നിന്നിരുന്നെങ്കിൽ, ഈ ചുറ്റും ഒരുപാട് ബന്ധുക്കളുണ്ടല്ലോ, ഒരാളൊന്ന് കൂടെ നിന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് ജീവിക്കാനുള്ള ഒരു പ്രചോദനം, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമായിട്ട് അത് മാറിയേനെ. പക്ഷെ ആരും അതെ, മുമ്പും ഗാർഹിക പീഡനത്തിന് കേസ് കൊടുത്തിരുന്നു. അതിൽ അതായത് നോബിയുടെ അമ്മ അടക്കം കേസിലെ പ്രതികളാണ്. അപ്പോ ഈ വാറണ്ട് ഉള്ളതുകൊണ്ട് 2 വട്ടം നോബി നാട്ടിൽ വരാതെ ഖത്തറിൽ സഹോദരിയുടെ കൂടെയും അടുത്ത പിന്നീടുള്ള ഒരു വട്ടം ദുബായിലുള്ള ഒരു സുഹൃത്തിന്റെ കൂടെയും ഒക്കെയാണ് നിന്നത്. ശരിക്കും പറഞ്ഞ നോബി എന്ന് പറയുന്ന ഒരു നീച മനുഷ്യനെ സപ്പോർട്ട് ചെയ്ത ആ പെങ്ങളും കൂട്ടുകാരനും ഒക്കെ ഇതിനെല്ലാം ഉത്തരവാദികളാണ്. ഈ കൊടും പാതകത്തിന് ശാപമൊക്കെ അവർ എങ്ങനെയാണ് ഇവർക്ക് ഇത്ര എന്താ പറയാ ഒരു മാനസിക വ്യതയും ഇല്ലാതെ അവസാനം ഈ സ്റ്റേഷനില് ഭയങ്കര നാടകമൊക്കെ നോബി ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് കുറ്റബോധം തോന്നുന്നു, ഞാൻ ചെയ്തതൊക്കെ തെറ്റാണ്, എന്താ പറയാ അങ്ങനത്തെ പല രീതിയിലുള്ള നാടകങ്ങളൊക്കെയാണ് നോബി. അപ്പൊ ഇത്രയും വർഷം ആ ഭാര്യനെ പേ പിടിച്ച് പലതരത്തിൽ ഉപദ്രവിച്ചപ്പോഴൊന്നും തോന്നാത്ത കുറ്റബോധമാണ് ഈ 3 പേരുടെയും മൃതദേഹം കണ്ടതിന് ശേഷം. മൃതദേഹം കണ്ടു എന്ന് പോലും പറയാൻ പറ്റത്തില്ല. കാരണം ഈ കാറിനുള്ളിലിരുന്നു, അതായത് പുറത്തിറങ്ങാതെ കാറിനുള്ളിലിരുന്ന വ്യക്തിയാ. ആ മൃതദേഹം കുഴിമാടത്തിലേക്ക് എടുക്കുന്ന സമയത്താണ് ആ കാറിന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് നാട്ടുകാര് നോബിക്കെതിരെ തിരിഞ്ഞുകൊണ്ട് വന്നതും. കണ്ടില്ലല്ലോ ഇയാള്, ലാസ്റ്റ് ആയിട്ട് പോലും കണ്ടില്ലല്ലോ, കാറിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. കാറിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് നാട്ടുകാർ വന്നത്. അപ്പൊ ലാസ്റ്റ് അവസാന നിമിഷം പോലെ അവരെ കണ്ടില്ല, കാണാൻ പറ്റിയില്ല. കണ്ടായിരുന്നു. കാണാനുള്ള യോഗ്യത അയാൾക്കില്ല. എന്തിനാണ് കാണുന്നത്? ജീവിച്ചിരുന്നപ്പോ അയാൾ എന്താണ് കാണിച്ചു കൂട്ടിയത്? അപ്പൊ അത് നാട്ടുകാർ കാണാൻ അനുവദിക്കരുതായിരുന്നു ശരിക്കും പറഞ്ഞ,
അല്ലേ? അതെ, ഈ ഒരു സംഭവത്തില് ഒരു ലോഹയിട്ട പിശാചിനെ കൂടെ നാട്ടുകാർ പറയുന്നുണ്ട്. അതായത് ഈ നോബിയുടെ ബന്ധുവാണ് ഈ പറയുന്ന വൈദികൻ. ഈ വൈദികനും ഈ പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയെന്നാണ് പുറത്തു വരുന്നത്. അതായത് ജോലി ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലും ഇടപെട്ടു. ഒരു വൈദികൻ സ്വാഭാവികമായിട്ടും ഒരു സഭയിലുണ്ടെങ്കിൽ ആ വൈദികൻ ആ സഭയില് അത്രത്തോളം പിടിപാട് കാണുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അത്രത്തോളം നാട്ടുകാരിൽ നിന്നുള്ള സപ്പോർട്ട് പോലും ചിലപ്പോൾ ഷൈനിക്ക് നഷ്ടപ്പെട്ടതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അത്രത്തോളം ആ അമ്മയുടെ മക്കളുടെ മുഖം എന്താ പറയാ, ഇത്രയും വലിയൊരു സമൂഹത്തില് ഒറ്റപ്പെട്ട് പലതരത്തിലും അവരെ എന്താ പറയാ, നിങ്ങൾ മരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിവിടുന്ന ഒരു നീചമായ ഒരു പ്രവൃത്തി ഇനി ആർക്കും ഇങ്ങനെ ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ഇതിന് ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ. കാരണം മരിച്ചു കഴിഞ്ഞിട്ടല്ല നമ്മൾ ഇത്തരത്തിൽ കണ്ണീരൊഴിക്കേണ്ടതുള്ളത്. അവര് ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും സഹായം നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യുക. അതിപ്പോ എന്താ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും ഒരു സ്ത്രീ തന്റെ കുടുംബത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അയൽവാസികൾക്കാണ് ഏറ്റവും കൂടുതലും സങ്കടം. എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം, എന്തുകൊണ്ട് നീ പോകുന്നില്ല, നിങ്ങളുടെ മക്കൾക്ക് പിന്നീട് ആരുണ്ട് എന്നൊക്കെ പറഞ്ഞ് എത്രത്തോളം അവള് മെന്റലി ചോദ്യങ്ങൾ കൊണ്ട് തകർക്കുക, എത്രത്തോളം മെന്റലി തകർന്നിട്ടായിരിക്കും സ്വന്തം വീട്ടിലേക്ക് വന്ന് നിൽക്കുന്നത്. അതിനിടയ്ക്ക് അയൽവാസികളുടെ പഴിയും കുത്തുവാക്കുകളും ഒക്കെ ആകുമ്പോൾ പിന്നെ എന്താ പറയാ, നമ്മുടെ കൺട്രോള് തന്നെ ചിലപ്പോ നഷ്ടപ്പെട്ടു പോയെന്നിരിക്കും. വാക്കുകൾ കൊണ്ട് കൊന്നുകളയും മനുഷ്യൻ. എന്തെങ്കിലും ഒരു ഇത് വന്ന് നമ്മൾ ഇന്ന ചോദ്യം ടോർച്ചറിങ് വാക്കുകൾ കൊണ്ട് തുരന്ന് അത് അറിയാനുള്ള, അല്ലെങ്കിൽ അതിനടുത്ത് വീണ്ടും കുത്തി കിളയ്ക്കാനുള്ള ഒരു ടെൻഡൻസി അത് സ്വാഭാവികമാണ്. പിന്നെ ഇവിടെ സംബന്ധിച്ച് ഇപ്പോ നാട്ടുകാർ കൂടെ നിൽക്കണ്ട, വീട്ടുകാരും കൂടെ നിൽക്കണ്ട. ഒരു വിവാഹം കഴിഞ്ഞ സ്ത്രീയെ സംബന്ധിച്ച് അവളുടെ ഭർത്താവ് അവളെ കൂടെ മര്യാദയ്ക്കൊന്ന് നിന്നാ മതി, അവൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ ഇവിടെ നോബി കാണിച്ച എന്താണ്, ഇങ്ങനത്തുള്ള ഭർത്താക്കന്മാര് ഒരുപാട് പേരുണ്ട് ഈ സമൂഹത്തില്. നോബി ഒരു പ്രതിനിധിയാണ്. ഇതുപോലെ ഭാര്യമാരോട് ക്രൂരത കാണിക്കുന്ന, വേലക്കാരിയുടെ സ്ഥാനം പോലും കൊടുക്കാത്ത, അങ്ങനെ പറയാൻ പാടില്ല എങ്കിൽ പോലും അങ്ങനെ ആ ഒരു രീതിയിൽ കാണുന്ന, മറ്റുള്ളവരെ മുന്നേ അപമാനിക്കുന്ന ഒരു ഭാര്യയെ, ഒരു പെൺകൊച്ചിനെ കല്യാണം കഴിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതിനെ മാക്സിമം ദ്രോഹിക്കുന്ന എത്രയോ പേര് ഇന്ന് ഈ സമൂഹത്തിലുണ്ട്. ഓരോരുത്തർ ഇത്തരത്തിൽ മരിക്കുമ്പോൾ മാത്രമേ ആ വിവരങ്ങൾ നമ്മൾ അറിയുന്നുള്ളൂ. അതുകൊണ്ട് സ്ത്രീ എപ്പോഴും പറയുന്നതാണ്, ഈ ആത്മഹത്യ ഒന്നിനൊരു പരിഹാരം അല്ല എന്ന് പറയുമെങ്കിൽ പോലും നമ്മള് ഒരാൾ ആത്മഹത്യ ഇപ്പൊ നമ്മൾ തന്നെ ഇരുന്ന് പറയുന്നുണ്ട്, അയ്യോ ഷൈനി മുന്നോട്ട് പോകണമായിരുന്നു, ഷൈനി ആത്മഹത്യ ചെയ്യരുതായിരുന്നു, ഷൈനി ചെയ്തത് തെറ്റായി പോയി, അല്ലെങ്കിൽ മുന്നോട്ട് പോയി അതിജീവിക്കണമായിരുന്നു. പക്ഷെ ഒരു പ്രശ്നത്തിൽ നിൽക്കുമ്പോ ആ ഒരു പ്രശ്നത്തിൽ നിൽക്കുന്നവർക്ക് മാത്രമേ അത് എന്തുമാത്രം കനലാണ് അവരുടെ മുന്നിലൂടെ ഉള്ളത്, അല്ലെങ്കിൽ എന്തുമാത്രം വലിയൊരു ഒരു കടം അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടാവൂല, മുന്നോട്ട് പോകാൻ ഒരു വഴി ഉണ്ടാവൂല. അപ്പോ സ്വാഭാവികമായിട്ടും മരണം എന്നൊരു വഴി എല്ലാവരും തിരഞ്ഞെടുത്തു പോകും. അതാണ് ഇവിടെ ഷൈനിയും ചെയ്തത്. ഷൈനി ജീവിച്ച് വിജയിച്ച് കാണിച്ചു കൊടുക്കാനൊക്കെ തീരുമാനിച്ചിരുന്നെങ്കിലും ഏതോ ഒരു നിമിഷത്തില് എല്ലാ ധൈര്യവും ചോർന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായി കാണും. പക്ഷെ അത് എന്ത് തന്നെയായിരുന്നാലും അത് മരണം വരിച്ച ആ ഷൈനിക്കും മക്കൾക്കും മാത്രമേ അത് എത്രത്തോളം ദാരുണമായിരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനൊരു ഷൈനിയും മക്കളും ഉണ്ടാകാതിരിക്കേണ്ടത് നമ്മുടെ കൂടെ ഒരു ആവശ്യമാണ്. നമ്മളിങ്ങനെ എല്ലാ സംഭവം ഉണ്ടായി കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയും, ഇനി ഒരാൾ ഇങ്ങനെ ഉണ്ടാകരുത്, ഇനി ഇങ്ങനെ, പക്ഷെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സെൽഫായിട്ട് ഒന്ന് സ്ട്രോങ് ആയിട്ടിരിക്കുക, അല്ലേ? അതായത് ഇങ്ങനത്തെ ചില സമയങ്ങൾ അങ്ങനെ പറ്റിയെന്ന് വരില്ല, പക്ഷെ അതിജീവിക്കാൻ ശ്രമിക്കുക, മാക്സിമം ഫൈറ്റ് ചെയ്ത് നിൽക്കുക, മാക്സിമം ഒന്ന് നിൽക്കുക. ഇതുപോലെ തന്നെയാണ് ഈ ഇടയ്ക്ക് മറ്റേ നമ്മളെ നെടുമങ്ങാട് തിരുവനന്തപുരത്ത് ഒരു ആത്മഹത്യ ഉണ്ടായി. അതായത് ഭർത്താവല്ല, സ്വന്തം വീട്ടുകാരുമല്ല, അയൽവാസികളോ അല്ലെങ്കിൽ പരിചയത്തിലുള്ള ഒരു പയ്യൻ ഈ ചേച്ചിയെ, ഭർത്താവ് ഗൾഫിലാണ്, അപ്പൊ ഈ വ്യക്തിയെ ഞാൻ ഇന്ന ആളോട് കണ്ടു എന്ന് അതായത് അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരാൾ പറയാണ്, ഈ ചേച്ചിയെ ഞാൻ ഇന്നൊരാള് കണ്ടു, എന്നെ കണ്ടുകൊണ്ട് മുഖം മറച്ചു എന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ ഒരു ആരോപണം വന്നു. ലാസ്റ്റ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ആ ഒരു സംഭവം നമ്മൾ മലയാളി വാർത്തയിൽ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ മനുഷ്യനെ ഇങ്ങനെ അല്ലാതെ ഒരു മരണത്തിലേക്ക് തള്ളിവിടുന്ന കുറെ എണ്ണം നമ്മുടെ ചുറ്റും ജീവിക്കുന്നുണ്ട്. ജീവിക്കാൻ ഒരു വിധത്തിൽ സമ്മതിക്കൂല. അങ്ങനത്തെ കുറെ എണ്ണം ഉണ്ട്. അവരെയൊക്കെയാണ് ശരിക്കും, അവരൊന്ന് അടങ്ങിയ കുറെ പേര് ജീവിച്ചു പോകും തോന്നുന്നു. തീർച്ചയായിട്ടും ഇത്തരം
സമൂഹത്തിൽ ഇത്തരം നികൃഷ്ട ജീവികൾ കൂടെ ഉണ്ട്. നമുക്കൊരിക്കലും അവരെയൊക്കെ പിടിച്ചു കെട്ടാൻ സാധിക്കില്ല. പക്ഷെ സ്വന്തം കുടുംബത്തിൽ നിന്നുള്ള ഒരു അവഗണന, ഭർത്തൃ വീട്ടിൽ നിന്നുള്ള അവഗണന, ഒരിക്കലും ജോലി ഇല്ലാതെ കഴിയുന്ന ഒരു സ്ത്രീക്ക് ഈ സമൂഹത്തിൽ എങ്ങനെയൊക്കെ ജീവിക്കാൻ കഴിയും എന്നുള്ളത്, അല്ലെങ്കിൽ ആ സ്ത്രീയെ സമൂഹം വേറെ പല രീതികളിലൊക്കെ കണ്ടുപോകുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ്. ഒരിക്കലും ആ സ്ത്രീയെയും മക്കളെയും ഇനിയൊരു ഷൈനി മക്കളും ഉണ്ടാകുന്നത് തന്നെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് ഇപ്പോൾ ഈ നിമിഷം പോലും എത്ര വീടുകളിൽ ഈ പറഞ്ഞ രീതിക്ക് ഷൈനിയെ പോലെ മക്കളെയും പോലെ ക്രൂരത, പീഡനങ്ങളൊക്കെ അനുഭവിക്കുന്ന പലരും കാണും. അതൊക്കെ പുറം ലോകത്തേക്ക് വരുന്ന ചിലപ്പോൾ അവരുടെ ആത്മഹത്യ കൊണ്ടോ മറ്റു പല കാരണങ്ങളൊക്കെ കൊണ്ടായിരിക്കാം. നിങ്ങളുടെ ചുറ്റിലും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾക്കൊരു സഹായം അവർക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യുക. അത്രേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. നിയമത്തിന് മുന്നിൽ അവരെ കൊണ്ടുവരിക. ഇനിയെങ്കിലും ഇത്തരം മരണം തേടി പോകുന്നവരെ അത്തരം രീതികളിൽ നിന്നൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനായി ചിലപ്പോൾ ഈ നിമിഷം കടന്നു പോകും. ആ ഒരു നിമിഷത്തെ ആ ഒരു വ്യതിചലനത്തില് ആത്മഹത്യയെ തിരഞ്ഞെടുക്കുന്നത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇപ്പൊ ആ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഒന്ന് സ്ട്രോങ് ആയിട്ടിരിക്കുക. ഒന്നും എല്ലാ കാലവും ഒരുപോലെ തന്നെ ആയിരിക്കില്ല. ഒരു ഒരു കുന്നുണ്ടെങ്കിൽ ഒരു കുഴിയുണ്ട് എന്ന് പറയുന്നത് പോലെ ഇപ്പൊ നമുക്ക് ദുഃഖം ഉണ്ടെങ്കിൽ അടുത്ത നിമിഷത്തിൽ നമുക്ക് സന്തോഷം, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് കഷ്ടപ്പാടുണ്ടെങ്കിൽ അടുത്ത നിമിഷം നമുക്ക് നല്ല കാലം വരുന്ന ഒരു കാലമുണ്ട്. എല്ലാത്തിനും ഒരു കാലമുണ്ട്. വിഷമിക്കാനായാലും അല്ലെങ്കിൽ സന്തോഷിക്കാനായാലും എല്ലാത്തിനും ഒരു കാലമുണ്ട്. അപ്പോൾ എല്ലാം ഒരുപോലെ ആയിരിക്കില്ല നമ്മുടെ സ്ഥിതി. നമ്മൾ മാക്സിമം ഫൈറ്റ് ചെയ്ത് നിൽക്കുക. എന്ത് സിറ്റുവേഷൻ ആയാലും മാക്സിമം ഫൈറ്റ് ചെയ്ത് ആ ഒരു സാഹചര്യത്തെ അതിജീവിച്ച് മുന്നേറാൻ ശ്രമിക്കുക. സ്ട്രോങ് ആയിട്ടും ബോൾഡ് ആയിട്ടും ഇരിക്കുക. അത്രേ പറയാനുള്ളൂ.